കാണാതായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഹെഡ് നഴ്സായ വിളവൂർക്കൽ ശങ്കരൻ നായർ റോഡിൽ സായിറാമിൽ താമസിക്കുന്ന 51 വയസ്സുള്ള ബിജുകുമാറിനെ കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 ദിവസം മുമ്പ് ബിജുകുമാറിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ ശാലിനി മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ആശുപത്രിയിലെ NGO യൂണിയൻ അംഗമാണ് ബിജുകുമാർ. എതിർവിഭാഗം സംഘടനയിൽപ്പെട്ട ആളുകൾ ബിജുകുമാറിനെയും ഭാര്യയെയും മാനസികമായി തളർത്തുകയും പല തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ അദ്ദേഹം ആത്മഹത്യയുണ്ടായി. ഒരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾപരമായിട്ടുള്ള വിഷയമായിരിക്കണം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള വിഷയമായിരിക്കണം. അങ്ങനെ ഒരു വിഷയവുമില്ലാതെ ഒരു വ്യക്തി എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നെങ്കിൽ അദ്ദേഹത്തിന് മാനസികപരമായിട്ടുള്ള അത്രത്തോളം വിഷമം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് താങ്ങാതെ അദ്ദേഹം ജീവൻ പൊലിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സാണ്. അവരനുഭവിക്കുന്ന വ്യഥ, അവരനുഭവിക്കുന്ന കരച്ചിൽ, അവരുടെ ഭർത്താവിൻ്റെ ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ളവരടുത്ത് കരഞ്ഞ് കാണപേക്ഷിച്ചിട്ടും അതിനൊരു നടപടി ഉണ്ടായില്ല. കാരണം നിയമ തടസ്സമാണ് അവർ പറയുന്നത്. അതാത് ജില്ലകളിൽ തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാത്രമേ ബോഡി കിട്ടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിയമമാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മളെ ഇന്നലെ രാത്രി തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും മിനിസ്റ്റർക്കും അതാത് കളക്ടർമാർക്കൊക്കെ നമ്മളെ മെയിൽ അയക്കുകയുണ്ടായി. പക്ഷേ ഏതുവിധ റെസ്പോൺസും നമുക്കുണ്ടായില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബോഡി നീങ്ങുകയാണ്. കരുനാഗപ്പള്ളി മെഡിക്കൽ കോളേജിൽ കരുനാഗപ്പള്ളിയിലുള്ള താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വൈകുന്നേരത്തോടു കൂടി ബോഡി ഇവിടെ കിട്ടും എന്നറിയുന്നു. അദ്ദേഹം NGO യൂണിയൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. NGO യൂണിയൻ്റെ പ്രവർത്തകനായിരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ട് അദ്ദേഹത്തിൻ്റെ എതിർ യൂണിയനുള്ളവർ ഒരു മാസം മുന്നേ ഒരു വ്യാജ പത്ര റിപ്പോർട്ട് നൽകുകയുണ്ടായി. അവരുടെ നിയമനമായിട്ടും ബാക്കിയുള്ള വൈഫിൻ്റെ ഒരു ട്രാൻസ്ഫർ, വൈഫ് കണ്ണാശുപത്രിയിൽ നേഴ്സായിരുന്നു. അപ്പോൾ കണ്ണാശുപത്രിയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മാറ്റി. ഇതിലേത് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാജ വാർത്തയൊക്കെ നൽകുകയുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിഷമം തന്നെ അദ്ദേഹത്തിൻ്റെ യൂണിയൻ NGO യൂണിയൻ പറയും. പക്ഷേ NGO യൂണിയനിൽ നിന്ന് അദ്ദേഹത്തിന് ഏതൊരുവിധ ഒരു സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. അതിലൊക്കെ അദ്ദേഹത്തിന് വലിയൊരു വിഷമമുണ്ട്. സമയം നോക്കാതെ, സമയക്ലിപ്തതയില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബിജുകുമാർ NGO യൂണിയനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും അവരാരും ഈ പരാതി മുഖവിലക്കെടുത്തില്ല എന്നാണ് ഭാര്യ ശാലിനി പറയുന്നത്. ഇതിന്റെ മനോവിഷമം ബിജുവിന് ഉണ്ടായിരുന്നതായും ശാലിനി പറഞ്ഞു. അതായത് അവരുടെ കുടുംബപരമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഇതുവരില്ല. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അയൽവക്കത്ത് താമസിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവരുമായി യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അറിവിൽ ഒരാഴ്ച കൊണ്ട് അവർക്ക് മാനസികമായിട്ട് രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് അന്വേഷിച്ചപ്പം ജോലി സ്ഥലത്തുള്ള മറ്റു ജീവനക്കാരുടെ ഹറാസ്മെൻ്റ് ആണെന്നാണ്. അത് ഏത് സംഘടനക്കാരാണ്, ഏതാണെന്ന് ആളാണെന്ന് എനിക്കറിഞ്ഞില്ല. ഒരു ഹറാസ്മെൻ്റ് ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. പക്ഷേ അത് വളരെ ദിവസം കൊണ്ട് കൂടി വരികയാണ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് വരെ എടുത്താൽ കൊള്ളാമെന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലീവ് എടുത്ത് കിട്ടിയിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി ബിജു പറഞ്ഞത് നമ്മുടെ പിള്ളേർ പഠിക്കുകയല്ലേ, അതുകൊണ്ട് കുറച്ചാൾ നമുക്ക് പോവാം എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് അറിയുന്നത് അവൻ്റെ ഭാര്യ വരെ പറയുന്നത് അവിടുത്തെ ഹറാസ്മെൻ്റ് കൊണ്ടാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ വന്നതെന്നാണ് പുള്ളിക്കാരുടെ ശക്തമായ അഭിപ്രായം. അത് നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ ഒക്കില്ല, നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും അവരെ ഹറാസ്മെൻ്റ് ചെയ്ത ഏത് കക്ഷികളായാലും ശരി അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഗവൺമെൻറ് അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുക. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ബിജുവിന്റെ ഭാര്യ ശാലിനി കിടന്നിരുന്ന റൂമിൽ NGO യൂണിയനിൽപ്പെട്ട സ്ത്രീകളാണ് ഇരുന്നിരുന്നത്. ക്യാമറ കണ്ട ഉടൻ തന്നെ അവർ വാതിൽ അടയ്ക്കുകയും ചെയ്തു. എന്തിനാണ് യൂണിയനിൽപ്പെട്ടവർ വാതിൽ അടച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ബിജുകുമാറിന്റെ ഭാര്യ ശാലിനിയും മെഡിക്കൽ കോളേജിലെ നഴ്സാണ്. തിങ്കളാഴ്ച രാവിലെ സ്റ്റാച്യു പുളിമൂട് ഭാഗത്ത് വെച്ചാണ് ബിജുകുമാറിനെ കാണാതായത്. ബിജുകുമാറും ഭാര്യയും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ ജോലിക്ക് പോയത്. എന്നാൽ താമസിച്ചതിനാൽ ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. യാത്ര ചെയ്യുന്നതിനിടെ ശാസ്തമംഗലത്ത് വെച്ച് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറാമെന്ന് ബിജുകുമാർ ഭാര്യയോട് പറഞ്ഞു. അതുവരെ ഷോപ്പിംഗ് നടത്താനായി ഇരുവരും പുളിമൂട് ഭാഗത്തെത്തി
റോഡിൽ കുഴിയായതിനാൽ ഭാര്യയോട് ഇറങ്ങാൻ പറഞ്ഞ ശേഷം ബിജു സ്കൂട്ടറുമായി മുമ്പോട്ട് പോയി. പിന്നെ കണ്ടില്ലെന്നാണ് ഭാര്യ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ബിജു ഡ്യൂട്ടിയിൽ കയറിയിരിക്കും എന്ന് കരുതി ശാലിനി മെഡിക്കൽ കോളേജിലെത്തി. എന്നാൽ ഉച്ചയായിട്ടും ബിജുകുമാറിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അതിനുശേഷമാണ് ശാലിനി മലയൻകീഴ് സ്റ്റേഷനിൽ പരാതി നൽകിയത്.